ഹായ് ഹലോ, ഞാൻ അഭിനവ്യ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലൂമിസ് മെത്തേഡ് ഉപയോഗിച്ച് ഒരു മുഖത്തിൻ്റെ സൈഡ് വ്യൂ ആണ് വരയ്ക്കുന്നത്. അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് ഒരു സർക്കിൾ വരയ്ക്കുക. സർക്കിൾ വരച്ചതിന് ശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ ആ സർക്കിളിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ സർക്കിൾ വരച്ചെടുക്കുക. എന്നിട്ട് ഈ സർക്കിളിനെ ഈക്വൽ പാർട്ടായിട്ട് 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. ഈക്വലായിട്ട് 3 പാർട്ടാക്കി ഡിവൈഡ് ചെയ്യുക. അതിൽ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ ലൈൻസിനെ കുറിച്ച്. അതിൽ മുകളിൽ കാണപ്പെടുന്ന ലൈനെ ഹെയർ ലൈൻ എന്നും അതിൻ്റെ സെൻറ്ററിൽ കാണപ്പെടുന്ന ലൈനെ ബ്രോ ലൈൻ എന്നും അതിന് താഴെയുള്ള ലൈനെ നോസ് ലൈൻ എന്നും പിന്നെ അതിന് താഴെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്, അതിനെ ചിൻ ലൈൻ എന്നാണ് പറയുന്നത്. ആ ചിൻ ലൈൻ വരയ്ക്കാനായിട്ട് നമ്മൾ ആദ്യം ഡിവൈഡ് ചെയ്ത അതേ മെഷർമെൻറ്റ് എടുത്തതിന് ശേഷം താഴേക്ക് വരച്ചാൽ മതി. അങ്ങനെയാണ് ചിൻ ലൈൻ വരയ്ക്കുന്നത്. അങ്ങനെ ചിൻ ലൈൻ വരച്ചതിന് ശേഷം മൂക്ക് വരച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. മൂക്ക് വരയ്ക്കുന്നത് അറിയാമല്ലോ എങ്ങനെയാണെന്ന്. നമ്മൾ ബ്രോ ലൈനിൽ നിന്ന് നോസ് ലൈൻ ആ ഒരു ലെവലിലാണ് മൂക്ക് വരയ്ക്കുന്നത്. അതിന് താഴെയായിട്ടാണ് ചുണ്ടുകൾ വരയ്ക്കുന്നത്. ഇങ്ങനെയാണ് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ ഡ്രോയിങ് ചെയ്യുന്നത്. വീഡിയോ മാക്സിമം 1-2 തവണ കണ്ട് നല്ല രീതിയിൽ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കണ്ടിന്യൂസ് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡ്രോയിങ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത് നമുക്ക് ചെവിയാണ് വരയ്ക്കേണ്ടത്. ചെവി വരയ്ക്കാനായിട്ട് നമ്മൾ നോസ് വരച്ച അതേ ബോക്സിൽ വേണം ചെവിയും വരയ്ക്കാനായിട്ട്. ഈ ഒരു മെത്തേഡിൽ നല്ല രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇതുപോലെ അല്ലെങ്കിൽ ഇതിനേക്കാളും ബെറ്ററായിട്ട് ഡ്രോയിങ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ചെവി വരച്ചതിന് ശേഷം നമുക്ക് കണ്ണുകൾ വരയ്ക്കാം. കണ്ണുകൾ വരയ്ക്കുമ്പോൾ നമ്മളിത് പൂർണ്ണമായും വരയ്ക്കുന്നില്ല. കാരണം സൈഡ് വ്യൂ ആയതുകൊണ്ട് തന്നെ നമുക്ക് കണ്ണ് പൂർണ്ണമായും കാണാൻ പറ്റില്ല. ഒരു പകുതി ഹാഫ് സൈസ് മാത്രമേ കാണാൻ പറ്റൂ. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം ഡ്രോയിങ് ചെയ്യാനായിട്ട്. അപ്പോൾ കണ്ണും വരച്ചതിന് ശേഷം പിന്നീട് നമ്മൾ ചെയ്യുന്നത് ആ ഹെയർ ലൈനിൽ നിന്ന് ഹെയർ വരച്ച് സ്റ്റാർട്ട് ചെയ്യുക എന്നതാണ്. അത്രയും വരയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആകും. ഈ ഒരു ലൂമിസ് മെത്തേഡിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രേമ സിനിമയിൽ പറയുന്ന കണക്ക് ജാവ വളരെ സിമ്പിളാണ് എന്നാൽ വളരെ പവർഫുള്ളാണ് എന്നൊരു രീതിയാണ്. എന്ന് വെച്ചാൽ കാണുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് വരച്ചെടുക്കാൻ പറ്റും എന്നൊക്കെ തോന്നും. എന്നിരുന്നാൽ പോലും അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. അത്യാവശ്യം ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പണി കിട്ടുന്ന ഒരു മെത്തേഡാണ് ലൂമിസ് മെത്തേഡ്. എന്നാൽ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഏത് പിക്ചറും ഏതൊരു ഫേസും വളരെ സിമ്പിളായിട്ട് വരച്ചെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് കൂടിയാണ് ലൂമിസ് മെത്തേഡ്. അപ്പോൾ മാക്സിമം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.